മമ്മി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പുരാതന ഈജിപ്തിലെ പിരമിഡുകളും നിഗൂഢമായ ശാപകഥകളുമൊക്കെയായിരിക്കും. മമ്മികൾ മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളെയും പുരാതന സംസ്കാരങ്ങളുടെ വിസ്മയകരമായ അറിവുകളെയും അടയാളപ്പെടുത്തുന്നു. മമ്മി എന്നത് സ്വാഭാവികമായോ അല്ലെങ്കിൽ കൃത്രിമമായോ സംരക്ഷിക്കപ്പെട്ട ഒരു ജീവിയുടെ, പ്രത്യേകിച്ച് മനുഷ്യന്റെ ശരീരം കാലങ്ങളോളം നശിക്കാതെ നിലനിൽക്കുന്നതിനെയാണ്. ഇത് പലപ്പോഴും മരുഭൂമിയിലെ വരണ്ട കാലാവസ്ഥയിലോ തണുത്തുറഞ്ഞ സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചോ സംഭവിക്കാം. എങ്കിലും മമ്മി എന്ന് കേൾക്കുമ്പോൾ പ്രധാനമായും ഈജിപ്തിലെ പുരാതന സംസ്കാരമാണ് ഓർമ്മയിൽ വരുന്നത്. പുരാതന ഈജിപ്തുകാർ മരണാനന്തര ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അവരുടെ വിശ്വാസപ്രകാരം മരണശേഷം ആത്മാവിന് ഒരു യാത്രയുണ്ട്. ആ യാത്ര പൂർത്തിയാക്കി ആത്മാവ് ശരീരത്തിലേക്ക് തിരികെ വരുമെന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് ശരീരം നശിക്കാതെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. ഈ വിശ്വാസമാണ് മമ്മിഫിക്കേഷൻ എന്ന പ്രക്രിയയ്ക്ക് കാരണമായത്. മമ്മിഫിക്കേഷൻ ഒരു സങ്കീർണവും ദൈർഘ്യമുള്ളതുമായ പ്രക്രിയയായിരുന്നു. ഇത് ഏകദേശം 70 ദിവസമെടുത്ത് പൂർത്തിയാക്കിയിരുന്നു. മൃതദേഹത്തിൽ നിന്ന് തലച്ചോറ്, ആമാശയം, കുടൽ, കരൾ, ശ്വാസകോശം തുടങ്ങിയ ആന്തരികാവയവങ്ങൾ നീക്കം ചെയ്യും. ഹൃദയം സാധാരണയായി ശരീരത്തിൽ നിലനിർത്തിയിരുന്നു, കാരണം അത് വിജ്ഞാനത്തിന്റെയും വികാരങ്ങളുടെയും കേന്ദ്രമാണെന്ന് അവർ വിശ്വസിച്ചു. ശരീരം ഉണക്കൽ നീക്കം ചെയ്ത അവയവങ്ങളും ശരീരവും നാട്രോൺ എന്ന ഒരുതരം ഉപ്പുപയോഗിച്ച് ഉണക്കുന്നു. ഇത് ശരീരത്തിലെ ഈർപ്പം വലിച്ചെടുത്ത് അഴുകുന്നത് തടയുന്നു. നാട്രോൺ നിറച്ച ചാക്കുകൾ ശരീരത്തിനുള്ളിലും പുറത്തും വയ്ക്കും. ശരീരം പൂർണ്ണമായി ഉണങ്ങിയ ശേഷം അതിൽ സുഗന്ധമുള്ള എണ്ണകളും റെസിനുകളും തേച്ച് പിടിപ്പിക്കുന്നു. ഇത് ചർമ്മം മൃദുവായി നിലനിർത്താനും അണുബാമുക്തമാക്കാനും സഹായിക്കും. പിന്നീട് ശുദ്ധമായ ലിനൻ തുണികൾ പല അടരുകളായി ശരീരം കെട്ടിപ്പൊതിയുന്നു. ഓരോ അടരുകൾക്കിടയിലും അമ്യൂലെറ്റുകൾ, അതായത് രോഗങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ചെറിയ വസ്തുക്കൾ വയ്ക്കാറുണ്ട്. ശവപ്പെട്ടി. മമ്മിഫിക്കേഷൻ പൂർത്തിയായ ശേഷം മൃതദേഹം ഒന്നോ അതിലധികമോ അലങ്കരിച്ച ശവപ്പെട്ടികളിലാക്കി അതിനുശേഷം ശവകുടീരത്തിൽ സൂക്ഷിക്കുന്നു. മമ്മികളുടെ പിന്നിലെ നിഗൂഢതകൾ. മമ്മികൾക്ക് ചുറ്റും ഒരുപാട് നിഗൂഢതകൾ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഫറവോമാരുടെ ശാപം, കേഴ്സ് ഓഫ് ദ ഫാരോസ്. തുത്തൻഖാമന്റെ ശാപം. ഈജിപ്തിലെ യുവ ഫറവോ ആയിരുന്ന തുത്തൻഖാമന്റെ ശവകുടീരം 1922 ഹോവാർഡ് കാർട്ടറും സംഘവും കണ്ടെത്തിയതിനുശേഷം ആ സംഘത്തിലെ പലർക്കും അസുഖം വരികയോ മരണപ്പെടുകയോ ചെയ്തു. ഇതാണ് ശാപകഥകൾക്ക് വഴിവെച്ചത്. എന്നാൽ ഇതിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണവും നൽകിയിട്ടുണ്ട്. ശവകുടീരങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി അടഞ്ഞുകിടന്നിരുന്നതിനാൽ ഉള്ളിൽ അപകടകരമായ ബാക്ടീരിയകളും വിഷാംശമുള്ള പൂപ്പലുകളും ഉണ്ടായിരിക്കാം. ഇവയുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. മമ്മി ഗവേഷണങ്ങളിലെ കണ്ടെത്തലുകൾ എക്സ്റേ, സിസ്റ്റർ ടി സ്കാൻ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മമ്മികളെ പഠിക്കുമ്പോൾ അവയുടെ മരണകാരണം, രോഗങ്ങൾ, ജീവിതരീതികൾ എന്നിവയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ചില മമ്മികളിൽ യുദ്ധത്തിലെ മുറിവുകളോ രോഗങ്ങളുടെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലുള്ള ഭ്രൂണമോ വരെ കണ്ടെത്തിയിട്ടുണ്ട്. പുതിയ കണ്ടെത്തലുകൾ കാലാകാലങ്ങളിൽ പുതിയ മമ്മികളും ശവകുടീരങ്ങളും കണ്ടെത്തുന്നുണ്ട്. ഓരോ കണ്ടെത്തലും പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള പുതിയ അറിവുകളിലേക്ക് വഴി തുറക്കുന്നു. ചിലപ്പോൾ മുമ്പ് തിരിച്ചറിയാത്ത രാജ്ഞിമാരുടെയും രാജകുമാരന്മാരുടെയും മമ്മികൾ കണ്ടെത്തുകയും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും. മമ്മികൾ വെറും ഉണങ്ങിയ മൃതദേഹങ്ങൾ മാത്രമല്ല, പുരാതന സംസ്കാരങ്ങളുടെ ജീവിതരീതി, വിശ്വാസങ്ങൾ, വൈദ്യശാസ്ത്രപരമായ അറിവുകൾ, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്ന ജീവിച്ചിരിക്കുന്ന ചരിത്രരേഖകൾ കൂടിയാണ്. അവ ഇന്നും മനുഷ്യനെ വിസ്മയിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു നിഗൂഢ ലോകമാണ്.